ബിഗ് ബോസ് മലയാളം സീസൺ 7 ആദ്യം തന്നെ അനുവിന് ഒരു കുതിര പവൻ കൊടുക്കുകയാണ് കേട്ടോ. നിലപാട് ലാലേട്ടൻ ഇവിടെ വന്ന് എന്തൊക്കെ കാണിച്ചിട്ട് പോലും നിലപാടിൽ നിന്ന് മാറാതിരുന്ന അനുവിന് ഒരു കുതിര പവൻ കേട്ടോ. അത് കമൻ്റ് ഒന്ന് ഇട്ടേക്കണേ. ലാലേട്ടൻ വന്ന് ഇത്രയും ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ട് പോലും സത്യം പറഞ്ഞാൽ പ്രൊമോയിൽ കാണിക്കുന്ന എല്ലാം ഉള്ള കേട്ടോ. ലാലേട്ടൻ വന്ന് ആ രീതിയിലാണ് അവിടെ ഷോ കാണിച്ചിട്ട് പോയത്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും അങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ലായിരുന്നു. വന്നുടനെ ലാലേട്ടൻ വന്നുടനെ പറയുവാണ് ഞാനൊരു സിനിമ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇവർ ഈ പുതപ്പിൻ്റെ അടിയിൽ ഈ ഡെമോ കാണിക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് കാണിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഓരോ ആൾക്കാരടുത്ത് ചോദിക്കുന്നുണ്ട്, ഇത് ശരിയായിട്ടുണ്ടോ, ഇത് കാണിച്ചത് ശരിയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. ജിഷൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ജിഷൻ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്, നിങ്ങൾക്ക് നാണമുണ്ടോ? എന്നിട്ട് മസ്താനി എടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്, പുറത്തെ കാര്യങ്ങൾ സംസാരിക്കാനാണ് ഇവിടെ വന്നതെന്നൊക്കെ മസ്താനി എടുത്ത് ചോദിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അനീഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അനീഷ് എന്താണ് നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് അഭിപ്രായം? അപ്പോൾ അനീഷ് എണ്ണിച്ചിട്ട് എല്ലാ വട്ടവും പറയുന്ന പോലെ ലാലേട്ട എൻ്റെ ശരിയും തെറ്റും, നിങ്ങൾ ശരിയും തെറ്റും പറയാനാണോ നിങ്ങൾ വിട്ടിരിക്കുന്നത്, അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് അനീഷിനെ അവിടെ ഇരുത്തുന്നു. എന്നിട്ട് ഓരോ ആൾക്കാരുടെ അടുത്തും ചോദിക്കുന്നുണ്ട്. എല്ലാ ആൾക്കാരും ഞാൻ നോക്കിയിട്ട് അനീഷ് ഒഴിച്ച് ബാക്കി എല്ലാ ആൾക്കാരും അനുവിന് എതിരാണ് സംസാരിച്ചത്. അനു ആ പറഞ്ഞിട്ടുള്ളത് തെറ്റാണെന്നുള്ള രീതിയിലാണ് എല്ലാവരും സംസാരിച്ചത്. എന്നിട്ട് ഈ ശൈത്യം ഉണ്ടല്ലോ, എണീക്കുന്ന സമയത്ത് ശൈത്യ എടുത്ത് ചോദിക്കുന്നുണ്ട്, ശൈത്യ നിങ്ങളെ ഫ്രണ്ട് അല്ലേ അനു, എന്താണ് ഇതിനെ പറ്റിയിട്ട് അഭിപ്രായം? ഈ ശൈത്യം ഉണ്ടല്ലോ പറയുവാണ്, അനു എൻ്റെ ഫ്രണ്ട് അല്ല, ആര് പറഞ്ഞു ഇവളെൻ്റെ ഫ്രണ്ടാണെന്ന്. ഇത്രയും ഒരു വിഷമെന്ന് പറഞ്ഞ സാധനം കേട്ടോ. ഇപ്പോഴും എന്നുവെച്ചാൽ ശൈത്യക്ക് അത്രയ്ക്ക് ദേഷ്യമുണ്ട് അനുവിനോടൊന്ന് മനസ്സിലാക്കാം ആ ഒരു പറഞ്ഞതിന്. അപ്പോൾ എന്തായാലും ഇതിനകത്ത് ഉറച്ചു നിൽക്കുന്ന അനുവിനാണ് എൻ്റെ കുതിരപ്പവൻ, വേറൊന്നുമല്ല കേട്ടോ. ഒന്നെങ്കിൽ ഈ ഒരു വിഷൽ കാണിക്കണമായിരുന്നു. ലാലേട്ടൻ ഞാൻ കാണിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇതൊന്നും കാണിച്ചില്ല. ആ പുതപ്പിനടിയിൽ ഇവർ ഡെമോ കാണിക്കുന്ന വിഷൽ മാത്രമേ കാണിച്ചുള്ളൂ, വേറെ വിഷലൊന്നും കാണിച്ചില്ല. ഇത് അങ്ങനെയാണെങ്കിൽ വിഷൽ കാണിച്ചത് ഇവർ അതിനൊരു തീരുമാനം ഉണ്ടാക്കണമായിരുന്നു, അതായിരുന്നു വേണ്ടത്. അല്ലാതെ അനുവിനെ മാത്രം ഇതിനകത്ത് ഇട്ട് ക്രൂശിക്കുന്നത് ശരിയായിട്ടില്ല. ലാസ്റ്റ് ഇത് വരുത്തി തീർത്ത് അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല എന്ന് ലാലേട്ടൻ വരുത്തി തീർത്ത്. ലാലേട്ടൻ പറയുവാണ് ഇതൊരു 4 ജനറേഷൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്, നിങ്ങൾ എന്ത് തോന്നിവാസമാണ് ഇവിടെ കാണിക്കുന്നത്, ഇതിൻ്റെ ഷോയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ പല സംഭവങ്ങളും അവിടെ നടന്നിട്ടുണ്ടല്ലോ, അതൊന്നും ഈ ഷോയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കത്തില്ലേ? നമ്മളൊരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ കാണുമല്ലോ. അപ്പം അതിൽ ഒരു മെയിനായിട്ടുള്ളൊരു ചോദ്യമാണ്. ഇപ്പം ലാലേട്ടൻ പറയുന്നുണ്ട് ഇത് മലയാളി പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ്, 4 ജനറേഷൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ്, ഇത് ഷോയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കും എന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക്, ഷോയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുവാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവിടെ കാണിക്കുന്ന പലതും സംസാരിക്കുന്ന പല വേർഡ്സുകളും ഇപ്പം നമ്മൾ കണ്ടതാണ്. ഇപ്പം ആര്യൻ, അതുപോലെ അപ്പാനി, ശരത്ത്, അങ്ങനെ അക്ബർ, ഇവരൊക്കെ എന്തോ ഒരു ചീത്തയാണ് അതിനകത്ത് വിളിച്ചിട്ടുള്ളത്, എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതൊന്നും ഷോയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കത്തില്ലേ? ഇപ്പം ഇത് ഷോയുടെ റെപ്യൂട്ടേഷൻ ഇത് ബാധിക്കണമെങ്കിൽ ഇത് എന്തിന് ചെയ്തു? ഇത് ഓൾറെഡി ഇത് ട്രിം ചെയ്ത് കട്ട് ചെയ്ത് കിറ്റ് ചെയ്തൊക്കെ ഇത് അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഇത് വെളിയിലോട്ട് വിടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഷോയുടെ റെപ്യൂട്ടേഷൻ ഇത് ബാധിക്കുമെന്നുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്ത് അവർക്ക് കളയാറുന്നല്ലോ, ഈ ഒരു ഭാഗം അവർക്ക് ലൈവിൽ കാണിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസും ഇതൊരു നാടകം തന്നെയാണെന്ന് പറയാം. ബിഗ് ബോസിന് നല്ലൊരു TRP കൂട്ടുന്നൊരു കോണ്ടന്റ് ആയിരുന്നു ഇത്. അതുകൊണ്ട് ബിഗ് ബോസ് അതെടുത്തിട്ട് ചെയ്തു. പിന്നെ അത് വെളുപ്പിക്കുന്ന രീതിയിൽ വന്നിട്ട് ലാലേട്ടൻ്റെ ഇത് സത്യം പറഞ്ഞ ഒരു സ്ക്രിപ്റ്റ് തന്നെയാണ്, അങ്ങനെ തന്നെ നമുക്ക് കൂട്ടാം. കാരണം ലാലേട്ടൻ പറയുന്നുണ്ട് ഇതിൽ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ റെപ്യൂട്ടേഷനൊക്കെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ അവിടെ നടക്കുന്ന പല കാര്യങ്ങളും റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന കാര്യമാണ്. റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ ഈ സാധനം വെളിയിലോട്ട് വിടേണ്ട കാര്യമില്ല. എന്നിട്ട് അനുമോൾ അവിടെ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്, ഫേസ് ടു ഫേസ് ഇവർ കിസ് ചെയ്തത് ഞാൻ കണ്ടയാണ് ലാലേട്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ലാലേട്ടൻ പറഞ്ഞെന്താണെന്നറിയോ, 5-6 മണിക്കൂർ ഇരുന്നിട്ട് ഇതെല്ലാം നമ്മൾ കുത്തിയിരുന്ന് നോക്കിയതാണ്. 100-300 പേര് ജോലി ചെയ്യുന്ന സ്ഥലമാണ്, അത് നിങ്ങൾ ഓർത്തോണം. 5-6 മണിക്കൂർ കുത്തിയിരുന്ന് നോക്കിയിട്ട് പോലും ഈ ഒരു സാധനം ഞങ്ങൾ കണ്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ പുതപ്പിനടിയിൽ കിടക്കുന്ന വിഷലും ഈ അനു വന്ന് കിറ്റ് ചോദിക്കുന്ന വിഷലൊക്കെ കാണിക്കണമായിരുന്നു, അതാണെന്ന് വേണ്ടത്. ഇവിടെ കിടന്നങ്ങ് മെഴുകി അതങ്ങ് അവിടെ അങ്ങ് ക്ലോസ് ചെയ്ത് കളഞ്ഞ പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഇത് കണ്ടുകൊണ്ടിരുന്നൊരു പ്രേക്ഷകൻ എന്ന നിലയ്ക്കാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. അത് എന്ന് വെച്ചാൽ ലാലേട്ടൻ ഈ ഒരു സബ്ജക്റ്റ് അത് അങ്ങനെ അല്ല എന്നങ്ങ് വരുത്തി തീർത്ത് അവിടെ ക്ലോസ് ചെയ്ത് കളഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഇവർക്ക് ഇപ്പം പല വിഷ്വലും ഇവർ നിസ്സാര സമയം കൊണ്ട് കാണിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വിഷ്വലും കാണിക്കായിരുന്നു. ഈ അനുമോള് കിറ്റ് ചോദിക്കാൻ പോകുന്ന സമയത്താണ് ആ ഒരു വീഡിയോ ഉണ്ട്, പിന്നെ വേറൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ കാണിക്കാമായിരുന്നു, പക്ഷെ അത് കാണിച്ചില്ല. കാണിക്കണോ എന്ന് പറഞ്ഞ് പേടിപ്പിച്ചല്ലാതെ ഇതൊന്നും കാണിച്ചിട്ടില്ല. ലാലേട്ടൻ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു അനുവിൻ്റെ അടുത്ത് സംസാരിച്ചത്. അപ്പോൾ അപ്പോഴും അനു പറയുവാണ് ഞാൻ കണ്ടു എന്ന ആ ഒരു നിലപാടിൽ തന്നെ ഉറച്ചാണ് അനു നിൽക്കുന്നത്. ലാലേട്ടൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും
ഞങ്ങൾ ഇത്രയും 5-6 മണിക്കൂർ കുത്തിയിരുന്ന് നോക്കിയിട്ട് ഒരു തേങ്ങയും കണ്ടില്ല, പിന്നെ എങ്ങനെയാണ് നീ കണ്ടെന്ന് പറയുന്നതാണ് ലാലേട്ടൻ്റെ ചോദ്യം. അപ്പോൾ അവിടെ ഇരിക്കുന്നവരെല്ലാം ഇതങ്ങ് വിശ്വസിച്ചിരിക്കുവാണ്. അവിടെ ഇരിക്കുന്നവരെല്ലാം വിചാരിക്കുകയാണ് ഇത് ഭയങ്കര നെഗറ്റീവായിട്ടാണ് വെളിയിലോട്ട് പോയിരിക്കുന്നത്, അനുവിന് ഫുള്ള് നെഗറ്റീവാന്നുള്ള എല്ലാവരും ആ ഒരു രീതിയിലാണ് ഇതിനെ കണ്ടതും. അതിന് ലാലേട്ടനെ പറഞ്ഞതിനായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടാണ് എല്ലാവരും സംസാരിച്ചിട്ടുള്ളതും. കാരണം ഒരാൾ പോലും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടില്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആര്യൻ അനുവിനെ നോക്കിയിട്ട് പറഞ്ഞിട്ട് നീ ഗെയിം മാറ്റി വെച്ചിട്ട് ഹ്യൂമാനിറ്റി കൊണ്ടുപോവാ, ഗെയിം മാറ്റിവെയ്, ഇത് ഹ്യൂമാനിറ്റിയുടെ പ്രശ്നമാണ്, ഹ്യൂമാനിറ്റി കൊണ്ടുവരാൻ. ഈ ഹ്യൂമാനിറ്റിയുടെ കാര്യം പറഞ്ഞിട്ട് സംസാരിക്കുന്ന ഈ ആര്യൻ അവിടെ അനുവിനെ എന്തൊക്കെ വിളിച്ചിട്ടുണ്ട്, എന്തൊക്കെ ഈ അനുവിൻ്റെ അടുത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊന്നും ഹ്യൂമാനിറ്റി ഇല്ലേ? അതൊക്കെ വെറും ഗെയിം മാത്രമാണോ? ഈ അനു ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് അനുവിനെ ഇടിക്കാൻ പോകുന്ന ദേഷ്യം കൈ ഇങ്ങനെ ആങ്ങി കാണിക്കുന്നവരെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ പല പല കാര്യങ്ങൾ അനുവിനെ ചവിട്ടിയിട്ടുണ്ട്. അതുപോലെ അനുവിൻ്റെ അമ്മയെ പറ്റി മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഹ്യൂമാനിറ്റി ഉൾപ്പെടാത്ത സാധനങ്ങളാണോ? ആ വ്യക്തിയാണ് ഇവിടെ നിന്നിട്ട് അനുവിൻ്റെ അടുത്ത് പറയുവാണ് നീ ഗെയിമിൽ നിന്ന് വന്നിട്ട് ഹ്യൂമാനിറ്റിയിലോട്ട് കയറി വരാൻ. എന്തായാലും ഷൈത്യക്ക് കിട്ടിയ പണി എനിക്കങ്ങ് ഇഷ്ടപ്പെട്ട്. അനുവിൻ്റെ ഡ്രസ്സ് ഒരാഴ്ചയാണ് ഇവർ സമയം കൊടുത്തിട്ടുള്ളത്, ബിഗ് ബോസ് ടീം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വാഷ് ചെയ്യാൻ. ഒരാഴ്ച ശൈത്യ വാഷ് ചെയ്യണം. ബിഗ് ബോസ് അറിഞ്ഞു കൊടുത്ത പണി തന്നെ അത്. അതൊക്കെ കഴിഞ്ഞിട്ട് ലാലേട്ടൻ ബ്രേക്ക് എടുത്ത് കഴിഞ്ഞിട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ശൈത്യയുടെ അണ്ണാൻ ചപ്പിയ മോന്ത കണ്ടിട്ടാന്ന് തോന്നുന്നു, ശൈത്യ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ കിട്ടിയത്? ശൈത്യ ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അനുവിനെ മാത്രം ക്രൂശിച്ചത്, എന്നാൽ മറ്റേ പാവാട ടീമിനെ ഫുള്ളായിട്ട് വെള്ളപൂശി അനുവിനെ ക്രൂശിച്ചത് ശരിയായിട്ടില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. കാരണം ഇതിലും വലിയ പ്രശ്നങ്ങൾ അവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. അനുവിനെ എല്ലാവരും കൂടെ വളഞ്ഞിട്ടിട്ട് അനുവിനെ പല രീതിയിലുള്ള മോശവാക്കുകൾ സംസാരിച്ചിട്ട് പല രീതിയിൽ പറഞ്ഞിട്ട് പോലും ഒന്നും ചോദിച്ചിട്ടില്ല അല്ലേ? അനു അതിനെതിരെ ഒരു പരാതി പോലും പറഞ്ഞിട്ടില്ല. എല്ലാവരും കൂടെ പുറമേ നടന്ന് എല്ലാവരും കൂടെ ക്രൂശിച്ചിട്ട് പോലും അതിനെതിരെ അനു പോലും ഒരു പരാതി പോലും പറഞ്ഞിട്ടില്ല. ലാലേട്ടൻ ഒരു എപ്പിസോഡിലും അനുവിനെ ഒരു സപ്പോർട്ട് ചെയ്തിട്ട് ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല. പക്ഷെ അതിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ. ഇത് മൊത്തം ഇന്നത്തെ എപ്പിസോഡ് മൊത്തം പാവാട ടീമിനെ വെള്ളപൂശുന്നൊരു എപ്പിസോഡായിരുന്നു. എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കി എപ്പിസോഡിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നാളെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യുന്നു, അനുമോളെയാണോ അതോ ലാലേട്ടനെയാണോ അവിടെ നിൽക്കുന്ന പാവാട ടീമിനെയാണോ? അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പം സീ യു ഗൈസ്, ഗുഡ് നൈറ്റ്. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.